കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു, ഇപ്പൊ അപ്പ പണി കൊടുക്കുക. കാര്യം മനസ്സിലായോ? കഴിഞ്ഞ ദിവസം തന്റെ ചേച്ചിയുടെ ഭർത്താവുമായിട്ട് വളരെ അഭിമാനപൂരിതം ഒളിച്ചോടുകയും ലൈവിലിടുകയും ചെയ്തൊരു യുവതിയുടെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. അത് ഇപ്പം പറയുന്ന പാർട്ട് 1 ആയിട്ട് ഇപ്പൊ പാർട്ട് 2 ഇറങ്ങിയിട്ടുണ്ട്. അതെ, പാർട്ട് 2 ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് സാധാരണഗതിയിൽ ഒരു 2 ആഴ്ച, ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും ഒളിച്ചോടി കഴിഞ്ഞാണ് തിരിച്ചു വരിക. ഇതിന് പകരം ഇപ്പൊ 24 മണിക്കൂറിനാണ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ ഇട്ടേച്ച് പോയി. അവളുടെ കയ്യിൽ മൊബൈൽ ഫോൺ വരെ വിറ്റ് കാശാക്കി. അതും തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ ഗുരുവായൂർ എവിടെയോ ഇട്ടിട്ട് അയാളുടെ പാട്ടിന് പോയെന്നാണ് കിംവദന്തികൾ. എന്ത് പറയുന്നു പൗർണമി? അല്ല, അങ്ങനെ തന്നെയുള്ള വീഡിയോസ് ആണ് വരുന്നത്. അത് കൂടാതെ കുറെ അതിന് അഡീഷണൽ ആയിട്ട് കുറെ വോയിസ് നോട്ടുകളൊക്കെ ഉണ്ട്. അതായത് തിരിച്ചു വന്നു, കുട്ടി തിരിച്ചു വന്നു, പോലീസ് ഇടപെട്ടു, ഈ പെൺകുട്ടി തിരിച്ചു വന്നു, വീട്ടിൽ കയറ്റിയില്ല, ഇപ്പോൾ നിലവിൽ ഓർഫനേജിലാണ് താമസിക്കുന്നത്. അല്ല, ഈ മതം മാറുന്നതും എന്താണ് വീട്ടുകാര് സ്വീകരിക്കുന്നത്, എന്താണ് പുള്ളിക്കാരുടെ ഉദ്ദേശം എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയായാലും വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പൊതുവെ സോഷ്യൽ മീഡിയകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നത്. കുറെ പേര് അനുകൂലിക്കുന്നവരുണ്ട്. പ്രായപൂർത്തിയായല്ലോ, എന്തിനാണ് മാധ്യമങ്ങൾ പിന്നാലെ പോകുന്നത്? ശരിക്കും പിന്നാലെ പോകുന്നതൊന്നും അല്ല, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം നമ്മൾ സംസാരിച്ചു പോകുന്നതാണ്. ആദ്യത്തെ പാർട്ടില് ചേട്ടനില്ലാതെ പറ്റില്ല, ഞങ്ങൾ കുറേ വർഷമായിട്ട് പ്രണയമാണ് എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയാ ലവബിൾ ആയിട്ടുള്ള അതെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സെക്കൻഡ് പാർട്ടിൽ ചേട്ടന്റെ ഫേസ് ഇല്ല, ചേച്ചിയുടെ അതായത് കുട്ടിയുടെ മുഖം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരി മാത്രമാണ് പറയുന്നത്. ചേട്ടൻ അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇരുട്ടത്താണ്, വെട്ടത്തോട്ട് വരാൻ ഉള്ള ഒരു താല്പര്യം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതെ. അതല്ല, വേറൊരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് വിമർശനങ്ങൾ അല്ലെങ്കിൽ വിമർശിക്കുന്നത് ഈ പെൺകുട്ടി രണ്ടാമത്തെ വീഡിയോയിൽ തുറന്നു പറയുകയാണ്, ഞങ്ങൾ ഇത്രയും നാളും അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്, ആരും ഞങ്ങളെ അന്വേഷിച്ച് വരരുത്. ഇത് തന്നെയാണ് പാർട്ട് 1 ഇപ്പോൾ ഇറങ്ങിയ പാർട്ട് 2 മേജറായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. എന്ത് തന്നെയായാലും അതിനകത്ത് പറയുന്നത്, ഞങ്ങൾ തിങ്കളാഴ്ച പോവും, ഞങ്ങൾ വെയിറ്റ് ചെയ്തത് എൻ്റെ സാലറി വരാനാണ്. അതായത് ആ പെൺകുട്ടിയുടെ സാലറി വരാൻ വേണ്ടിയാണ് ഇവർ വെയിറ്റ് ചെയ്തത്. ഈ പെൺകുട്ടിക്ക് ഒരു നേരത്തെ ആഹാരം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അവന്റെ കൂടെയാണോ ഈ പുള്ളിക്കാരി ഇറങ്ങി പോവാൻ നിന്നത്? അതായത് 3 മക്കളുണ്ട് ഇവന്. 3 മക്കളെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി 12 വയസ്സുള്ളത് എങ്ങാണ്ട് കുട്ടി. അത്രയും പ്രായമുള്ള മക്കളുള്ള ഒരുത്തനാണ്. 22 വയസ്സുള്ള, അതായത് 22 വയസ്സുമ്പോൾ ഇവളുടെ ചേച്ചിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കൊച്ചു വല്ല 4-5 വയസ്സേ കാണത്തുള്ളൂ ശരിക്കും. അപ്പൊ ആ ഒരു വയസ്സിൽ അത് ഇവൻ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ട ഇവൻ പക്ഷേ പറയുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ്. അതെ, ചെറുപ്പത്തിൽ ഒക്കത്ത് ചെന്നപ്പോ തന്നെ പ്രണയം തുടങ്ങിയായിരിക്കും. കാരണം അത് മാത്രമല്ല, ഇതിനകത്ത് പിന്നെ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ 19 വയസ്സ് മുതൽ പ്രേമിക്കുകയാണെന്ന് രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. 19 വയസ്സ് കഴിഞ്ഞിട്ട് 22 വയസ്സ് വരെ അവൻ എത്ര വർഷം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഈ ചേട്ടനും ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ മൂത്ത ചേച്ചിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് 3 കുട്ടികളുമായിട്ട് ഇത്രയും പ്രായമുണ്ടെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളുകളായി കാണുമെന്ന് നമുക്ക്. പിന്നെ ഔദാര്യം പോലൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ചേട്ടനുമായിട്ട് ജീവിച്ചാലും എന്റെ ചേച്ചിക്ക് എപ്പോ വേണേലും ചേട്ടനെ വന്ന് കാണാം, ഞാൻ ഒന്നും പറയത്തില്ല. അതായത് എങ്ങനെ സ്വന്തം ഭർത്താവിനെ തട്ടിയെടുത്തോണ്ട് പോയിട്ട് അനിയത്തി പറയുക, എനിക്ക് കുഴപ്പമില്ല, ചേച്ചി വന്ന് കണ്ടോളാൻ. സ്വന്തം ചേച്ചിയുടെ 3 കുട്ടികളുടെ അച്ഛനെ കാണാൻ ഇനി അനിയത്തിയുടെ പെർമിഷൻ എടുക്കണം. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ചിലപ്പോൾ 3 കുട്ടികളായി പോയത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ചെന്ന് സോറി പറഞ്ഞാൽ, ക്ഷമ ചോദിച്ചാൽ ഒരു പക്ഷേ അവർ തമ്മിൽ കോംപ്രമൈസ് ആയി പോയേക്കാം. പക്ഷെ ഇനി ചേച്ചിയുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. പക്ഷെ ഈ കുട്ടിയുടെ ജീവിതം എന്താണല്ലേ, 22 വയസ്സ്. അതും അവള് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്, കല്യാണം ഉറപ്പിച്ച വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും സാരി പുടവ കൊടുപ്പ് എന്നുള്ള ആയിരിക്കും അവർ ഡ്രസ്സ് കൊണ്ടുവരുന്ന ദിവസമാണ് ഈ ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ഒളിച്ചോടി പോയതെന്ന്. അതെ, അതായത് ഈ പറയുന്ന പോലെ ഒരു 6 വർഷം കൂടെ കഴിഞ്ഞാൽ അവന്റെ മകൾക്കും ഇതേ പ്രായം, മകളോ മകനും ഇതേ പ്രായമായിരിക്കാം. ഒരുപക്ഷെ ഇനിയൊക്കെ മകളെ വരെ വിവാഹം കഴിക്കാനുള്ള ഒരു ജനസഖ്യ ആയിരിക്കാം ഇങ്ങനെയുള്ള സ്വന്തം മകളെ. ഇപ്പൊ മക്കളെ റേപ്പ് ചെയ്യുന്ന അച്ഛന്മാരുണ്ട്, ഇല്ലെന്നല്ല, മക്കളെ കൊല്ലുന്ന അമ്മമാരും ഉണ്ട്. പക്ഷെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വിവാഹം കഴിക്കുക, എന്നിട്ട് മക്കളെ ഉണ്ടാക്കുക. അതിനുശേഷം ഒരു 10-40 വയസ്സാകുമ്പോൾ മകൾക്ക് 20 വയസ്സാവുമല്ലോ. അപ്പോൾ ആ മകളെ തന്നെ രണ്ടാമത് വിവാഹം കഴിക്കുക, അല്ലേ? അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് അധപ്പതിച്ചു പോകാൻ ഇനി വലിയ ദൂരമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് മേന്മയുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ ഇവന്മാരൊക്കെ വന്ന് വിളിക്കുമ്പോൾ, അതായത് നമ്മൾ എപ്പോഴും കരഘോഷം കൊണ്ട് പറയാറുണ്ട്, സ്ത്രീ ജന്മം പുണ്യജന്മം. സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്ത്രീ അമ്മയാണ്, ചക്കയാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, എന്തുവാണ് സ്ത്രീ? സത്യത്തിൽ സ്ത്രീകളുടെ മാനം കളയുന്ന പ്രവൃത്തികളാണ് ഈ വൃത്തികെട്ടവന്മാരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പെങ്കൊച്ചിനെ സംബന്ധിച്ചത് അവളൊരു 12 വയസ്സുകാരിയല്ല, അവളൊരു 18 വയസ്സല്ല, 22 വയസ്സുണ്ടെന്ന് അവൾ തന്നെ കോര പറഞ്ഞു. എനിക്ക് 22 വയസ്സുണ്ട്. 22 വയസ്സുണ്ടായിട്ട് അവൾ എന്താണ് ഈ ജന്മത്തിൽ കാട്ടിക്കൂട്ടിയത്? ശരിയാണ്, പ്രായപൂർത്തിയാണ്. പക്ഷേ
വിവേകം മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടല്ലേ? കഴിഞ്ഞു. അപ്പൊ ഈ പ്രായപൂർത്തി ആയതിൻ്റെതായ പക്വതയോ ഇതിനൊക്കെ വിവേകമില്ലായ്മയെന്നാണോ പൗർണമി പറയുക? ഇതിനൊക്കെ നല്ല ചുട്ടാടി, അതായത് ഈ പറയുന്ന പോലെ 18 വയസ്സ് കഴിഞ്ഞ് എന്തായാലും മറ്റേ ജുവനൈൽ ജസ്റ്റിസിന്റെ കീഴിലല്ല വരുന്നത്, നോർമൽ പൗരന്റെ കീഴിലാണ് വരുന്നത്. കൊണ്ടുപോയി നല്ല ചാട്ടവാറടി, തിരിഞ്ഞു നിർത്തല ചാട്ടവാറടി കൊടുക്കാത്തതിന്റെ സൂക്കേട്. അപ്പൊ സൂക്കേട് തീരുമെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം வணக்கம் தோழர்களே, ஏழை மக்கள் எங்களோட யூடியூப் சேனல் சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணிக்கங்க. കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഒരു സ്ത്രീ പറയുന്ന വാക്കാണ്. അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ അനീതി തട്ടിയെടുത്തിട്ട് പോയിട്ട് എന്നിട്ട് പറയാണ് അവർ ഒരു നേരം ആ സ്ത്രീക്ക് ഒരു നേരം ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ വഴിയില്ല എന്ന് പറയാണ്. അപ്പം ഈ ഉള്ള ആണുങ്ങളുടെ കാശ് തട്ടിയെടുത്തതും ഒരു 32 വയസ്സുകാരി 14 വയസ്സ് ചെക്കനെ വിളിച്ചുകൊണ്ട് പോയതൊക്കെ ഏത് നിയമത്തിലാണ്? അപ്പോൾ ഏത് ഇതുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് പോയത്? അപ്പം നിങ്ങൾ പറയുന്ന, അതായത് പെണ്ണുങ്ങൾ പറയുന്ന റൈറ്റാണ്, ആണുങ്ങൾ വരുന്ന റൈറ്റ് അല്ലയോ? അപ്പം നിങ്ങൾ തന്നെ അല്ല സത്യസന്ധമാരും ദേവപിതാവും അങ്ങനെയാണോ? പിന്നെ അങ്ങനെ ദൈവമാണോ? ആണുങ്ങളെന്ന ദൈവമല്ലേ? അങ്ങനെ മനുഷ്യന്മാരല്ലയോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. എങ്ങനെ നേരത്തെ കല്യാണം കഴിക്കാം മകളിനെ 40 വയസ്സ് മകളെ കല്യാണിക്കാം. അപ്പം 14 വയസ്സുകാരനെ 32 വയസ്സുകാർ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വായൊന്നും മിണ്ടിയില്ലാന്ന് എന്താ മിണ്ടാത്തത്? അപ്പം ആണുങ്ങളെ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ? ഞങ്ങളെ കണ്ടല്ല, ആണുങ്ങളൊക്കെ സ്വന്തം മകളെല്ലാവരും തിരിച്ചറിയുന്ന ആൾക്കാരാണ്. നിങ്ങൾ അങ്ങനെയല്ല. ഒന്ന് കാശിന്, ഇന്നുണ്ട് എന്നെ പോലെ ഒന്നൊരു ആണുണ്ട് കൊടുപ്പാനും ഭർത്താവിന് കൊല്ല. ഇതുപോലെ ഒരുപാട് കഥ വിൻസെന്റ് കേട്ടിട്ടോ, അതിനൊരു തെളിവും എൻ്റെ കൈവശമുണ്ട് കേട്ടോ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുവാ. അപ്പം നിങ്ങൾ മാത്രം എല്ലാ എന്ത് ദൈവമാണോ? നിങ്ങൾ പറയുന്ന എല്ലാ വാക്കല്ല സത്യ വാക്കാണോ? എല്ലാ സത്യസന്ധന്മാരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു വെല്ലുവിളി, എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കും. ആണുങ്ങളൊക്കെ സത്യസന്ധത തെളിയിക്കാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. എന്താണിത്? കൊടുത്താൽ കൊല്ലത്തും കിട്ടുമോ? ഈ എന്താ 40 വയസ്സുകാരനാണെങ്കിൽ അപ്പം നിങ്ങൾ സ്ത്രീകളൊന്നും 14 വയസ്സുകാരനോടൊപ്പം 32 വയസ്സ് സ്ത്രീ വിളിച്ചുകൊണ്ട് പോയില്ലേ? ആ സ്ത്രീക്കൊരു കേസ് വന്നിട്ടില്ലേ? അപ്പം അതെങ്ങനെയാണ് പോയത്? ആ വാക്ക് ഉപയോഗിച്ചാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ആ തെളിവ് സഹിതമാണ് കേട്ടോ. ഇങ്ങനെ ഈ സ്ത്രീകളൊന്നും ഇങ്ങനെ ഒന്നും മിണ്ടല്ലേ കേട്ടോ. ഇത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കൊല്ലത്ത് എന്തിനു കിട്ടാൻ പോണേ? അപ്പം നിങ്ങൾക്ക് കിട്ടൂലയോ? ആരാണ് ഈ സ്നേഹിച്ചത് ചേച്ചിയുടെ ഭർത്താവിനെ? എന്തിനു നിങ്ങൾ കൂടെ പോയി? അപ്പം ചൂടും ചൊറണയില്ലാതെ എല്ലാം പോയിട്ട് എന്നിട്ട് വർത്തമാനം എത്ര? എന്ത് വർത്തമാനം? നിങ്ങൾ പറഞ്ഞ കേട്ടിട്ട് പോകണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്ത് കോടതി കൊണ്ട് കേസ് കൊടുക്കുക. കേസിൽ കാണാം, നമുക്ക് കേസ് കൊടുക്കേ. ആണുങ്ങളെ മാത്രം ആണുങ്ങൾ മിണ്ടാൻ പാടില്ല. ആണുങ്ങളെല്ലാം കുറ്റവാളി തന്നെ. അപ്പം പെണ്ണുങ്ങൾ നിങ്ങൾ കുറ്റവാളി ഇല്ലയോ? ശ്രീ പോക്സോ കേസിലുണ്ട്. ഇന്നലെ വാർത്തയിൽ 32 വയസ്സുകാരി 14 വയസ്സ് ചെക്കനെ വിളിച്ചുകൊണ്ട് പോയി എറണാകുളത്തോട്ട് പോലീസ് പിടിച്ചെടുത്തു. അവള് ആ സ്ത്രീക്കാരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വായൊന്നും മണ്ടിയില്ല. അപ്പം അത് മാത്രം നടക്കില്ലയോ? നല്ല ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾ സ്നേഹിക്കാം, നിങ്ങൾ വേണ്ടെങ്കിൽ വേറുപെട്ട് പോകാം. അത് നിങ്ങൾക്ക് നിയമമില്ല. ആണുങ്ങൾ സ്നേഹിച്ച് നിങ്ങളെ വിട്ടിട്ട് പോയാൽ അപ്പം വന്നു അയ്യേ സ്ത്രീനെ പേടിപ്പിച്ച് വിവാഹ വാഗ്ദാനം ചെയ്ത് ഇത് ചെയ്ത ഉടനെ കേസ് ആണുങ്ങൾക്കെതിരെ. അപ്പം നിങ്ങൾ ചെയ്ത കുറ്റത്തിനോ? ഇതാന്നല്ല മരണം സംഭവിച്ചിരിപ്പുണ്ട്. അത് തന്നെ 2 മരണം ഒന്നിച്ച് അത് തന്നെയാണ് വാർത്ത പറയുന്നത്. എന്ത് സ്നേഹിച്ചിട്ട് മാറിപ്പോയപ്പോൾ കുത്തിക്കൊന്നിരിക്കണ ചക്കൻ. എന്താണിത്? അപ്പം നിങ്ങൾക്ക് മാത്രം സ്നേഹിക്കാം, ആണുങ്ങളോട് സ്നേഹിക്കാം. പൈസക്കാരൻ വരുമ്പോൾ പാവപ്പെട്ട വിട്ടിട്ട് പോകാം. നിങ്ങൾക്ക് നിയമം. അപ്പം ആണുങ്ങൾക്കോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഡൽഹിയിലെ സുപ്രീം കോടതിയും ഈ വീഡിയോ ഒക്കെ കാണണം. ഞാൻ ഒരു കാലത്തല്ലെങ്കിൽ ഒരു കാലത്ത് ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ഡൽഹി സുപ്രീം കോടതിക്ക് വരിക തന്നെ ചെയ്യും, പോകുക തന്നെ ചെയ്യും. രാഹുൽ ഈശ്വർ സാർ പറയുന്ന പോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് ആണുങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാ ആണുങ്ങളും ഈ വീഡിയോ കാണുക, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ஷேர் ചെയ്യുക. எல்லாரும் இந்த வீடியோ பார்த்துட்டு சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணுங்க. அதாவது ராகுல் ஈஸ்வர் சார் மாதிரி தான் போராடி இருக்கிற ஒரு குறிப்பிட்ட சங்கம் தான். நம்ம எல்லாரும் இனிமேல் இந்தியாவில் இருக்கிற ஆம்பளை எல்லாரும் சக்தமாக போராடும். ஏன்னா வர 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 பாருங்க, இன்னைக்கு ஒரு கொலை நடந்திருக்கிறது. அதுக்கு என்ன காரணம் சொல்கிறாங்க தெரியுமா? அவன் போலீஸாருன்னு சொல்லி மாலை கட்டித்தாருன்னு சொல்லியிருந்தாங்களாமா. ஃபிட்னஸில் போயிடுச்சுன்னு சொல்கிறாங்க. அப்போ அவனுக்கு கட்டித்தரல. அப்போ இதே பொம்பளை செஞ்சுருக்கட்டும். ஓ விவாகம் வாக்தானம் செய்து பீடிப்பிச்சேன்னு கேஸ் வந்திருக்கும். அப்போ இதே பொம்பளை செஞ்சு அது குத்தம் இல்லையா? ബഹുമാനപ്പെട്ട എന്നോട് സുപ്രീം കോടതിയും ഡൽഹിയിലുള്ള സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും ഇനി ആണുങ്ങൾക്ക് ഒരേ നീതി, പെണ്ണുങ്ങൾക്ക് ഒരേ നീതി വഴങ്ങണം.
വഴങ്ങി ആണുങ്ങളെ രക്ഷിക്കണം. രാഹുൽ ഈശ്വർ സാർ പറയുന്ന പോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആണുങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്.